വെങ്കടരവിവർമ്മ സംവിധാനം ചെയ്യാനിരുന്ന കൂടിയാട്ടം എന്ന് പറയുന്നൊരു ചലച്ചിത്രത്തിൻ്റെ തിരക്കഥയാണ് ഞാൻ ജീവിതത്തിൽ തിരക്കഥ എന്നുള്ള രൂപത്തിൽ. തിരക്കഥയിലെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ മങ്കട എന്ന് തന്നെ ഞാൻ എന്താ പറയുക ആദരവോടെ പറയണം. അതായത് നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്താലും എന്തൊക്കെ എഴുതി വെച്ചാലും ഈ 35mm സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ എന്ത് പതിയുന്നു, ആ ഫ്രെയിമിൽ എന്ത് വരുന്നു, അത് മാത്രമേ തിരക്കഥയിൽ റിലവൻ്റ് ആയിട്ടുള്ളൂ. മറ്റെല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽസാണ്. പിന്നെ അദ്ദേഹം പഠിപ്പിച്ചെന്നൊരു വലിയ പാഠമുണ്ട്. 52ാമത്തെ സീനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് 16ാമത്തെ സീൻ എഴുതുമ്പോൾ തനിക്കറിയാം. കഥാപാത്രത്തിന് അറിഞ്ഞുകൂടാ, ഓഡിയൻസിന് അറിഞ്ഞുകൂടാ. ഈ അറിഞ്ഞുകൂടായ്മ തൻ്റെ ഉള്ളിലെ അറിവിനെ മറച്ചുകൊണ്ട് അറിഞ്ഞുകൂടായ്മയായിട്ട് 12ാമത്തെ സീനിൽ കാണണം. അതല്ലെങ്കിൽ കഥയുടെ എന്താ പറയുക അതിൻ്റെ കെമിസ്ട്രി വർക്കൗട്ടാവില്ല. ഇത് പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ മനസ്സിലാകാത്തൊരു പാഠമാണ്, പക്ഷേ വലിയ പാഠമാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഈ കഥാപാത്രങ്ങൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നടൻ അറിഞ്ഞോട്ടെ, പക്ഷേ കഥാപാത്രം അറിയാൻ പാടില്ല, ഓഡിയൻസും അറിയുന്നില്ല. എനിക്കറിയാമെന്നുള്ള അറിവ് ഒരു സംഭാഷണത്തിൻ്റെ മുനയിൽ പോലും വരരുത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൂത്രവാക്യമാണ്. അങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിരുന്നു, പക്ഷേ അതൊരിക്കലും സിനിമയാക്കപ്പെട്ടില്ല. പിന്നെ എൻ്റെ സുഹൃത്ത് ആൻ്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത ഇണയത്തേടി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിൻ്റെ സംഭാഷണം എഴുതാൻ നേരത്ത് അതിൻ്റെ തിരക്കഥാ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോപ്പിൽ ഭാസി തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന മഞ്ജുലാസിന് വേണ്ടി ഒരു പടം ആദ്യം ഏതോ എനിക്ക് തോന്നുന്ന ഉറൂബിൻ്റെ അമ്മണി സിനിമയാക്കാനാണ് അവർ ശ്രമിച്ചത്. ഒരു ദിവസം മറ്റേ ഷൂട്ട് ചെയ്യുകയും ചെയ്തു MTയുടെ സ്ക്രിപ്റ്റ് വെച്ച്. പക്ഷെ അത് വളരെ കൊമേഴ്ഷ്യലായിട്ട് തോന്നാത്തതുകൊണ്ട് അതാണ് പിന്നീട് അത് ഇപ്പോഴും സിനിമയാക്കപ്പെട്ടില്ല, മാറ്റിവെച്ചു. അപ്പോൾ ഇവരുടെ മുമ്പിലൊരു ഫോർമുലയുണ്ട്. മധു, ജയഭാരതി, സോമൻ, ഇത്രയും പേരെ ഇവർ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, IV ശശി. അപ്പോൾ അതിനെ പറ്റിയൊരു സബ്ജക്റ്റ് ആലോചിക്കണം എന്ന് പറഞ്ഞ് അതൊരു സത്യം പറഞ്ഞാൽ എന്നെ ട്രാപ്പ് ചെയ്യാമെന്ന് നല്ല അർത്ഥത്തിൽ. ഞാനന്ന് ലീവ് എടുത്തിരിക്കുകയാണ് ഭാര്യ പ്രസവിക്കുന്നത് എന്ന്. അപ്പോൾ ശശി അന്ന് ഒരു ദിവസം എറണാകുളത്ത് വന്നിട്ട് എന്നെ അത്യാവശ്യം വിളിച്ചത് മഞ്ജുലാസിൻ്റെ MO ജോസഫ് വിളിക്കും, നീ ഒരു കഥ പറഞ്ഞു. ഞാൻ കഥ ഇന്നോളം ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെറുകഥ എഴുതിയിട്ടില്ല, നാടകം എഴുതിയിട്ടില്ല, നോവൽ എഴുതിയിട്ടില്ല. ഫിക്ഷൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ മേഖലയായിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അപ്പോൾ എനിക്ക് കഥ എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല 98 പടത്തിന് തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷം. പക്ഷേ ദാറ്റ് ഈസ് മൈ ട്രൂത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ എന്തായാലും വരെ അതിലൊരു കഥ ആലോചിക്കണം. നമ്മൾ എത്ര കഥകൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലത്തെ ഒരു കഥ നീ ആലോചിക്കുന്നു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം രാവിലെ MO ജോസഫ് എന്നെ വിളിച്ചു, ഞാൻ ഉച്ചക്കത്തെ ഫ്ലൈറ്റിൽ എറണാകുളത്ത് വരുന്നുണ്ട്, ഒന്ന് കാണണം. അപ്പോൾ അന്ന് വലിയ ബാനറാണ് മഞ്ജുലാസിൻ്റെ. അപ്പോൾ മാത്രമല്ല അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമുണ്ട്, കാരണം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ താമസിച്ചിരുന്നും ഒരു ബ്രദർ താമസിച്ചിരുന്നു. അന്ന് ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ശശി പറഞ്ഞൊരു നല്ല സബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല, അത് ഒന്നും കൂടെ ഒന്ന് ശരിയാവാനുണ്ട്. അപ്പോൾ കാര്യം ചോദിച്ചു, ഞാൻ ഐ എം ഓൺ മൈ വേ ടു ട്രിവാൻഡ്രം, ഞാൻ 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും, അന്ന് ഞാനിവിടെ ക്യാമ്പ് ചെയ്യാം. ഇത് പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നു എന്ന് പറയുന്നത് എൻ്റെ മുമ്പിലുള്ളൊരു വലിയ വെല്ലുവിളിയായി. അപ്പോൾ ഇദ്ദേഹത്തോട് പറയാൻ വേണ്ടി എന്താ ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഞാൻ സിംലയ്ക്ക് അടുത്തുള്ള പിഞ്ചോർ ഗാർഡൻസിൽ പോയപ്പോൾ അവിടെ 1-2 ക്യാരക്ടേഴ്സിനെ ഒരു ചെരുപ്പ് കുത്തിയും അയാളുടെ മകളെ നശിപ്പിച്ചൊരു പട്ടാള ഉദ്യോഗസ്ഥൻ്റെ ഈ കുതിരയുടെ കുളമ്പടി കേൾക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഹിസ്റ്റീരിയും അങ്ങനെ ചില എന്താ പറയുക വളരെ ഡിസ്റ്റിങ്ക്റ്റ്ലി ഡിഫറൻ്റായ പരസ്പര ബന്ധമൊന്നുമില്ലാത്ത കുറേ മെറ്റഫോഴ്സ് പോലത്തെ കുറേ ഓർമ്മകൾ മനസ്സിൽ വന്നു. പിന്നെ അതിൻ്റെ പുറത്ത് എനിക്കങ്ങനെ അടയിരുന്നൊരു കഥ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൂടാ, ഇപ്പോഴും അറിയില്ല, അത് ഹൊക്കറിയണം. അപ്പോൾ ശശിയുടെ അടുത്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് മാർഗ്ഗമെന്ന് പറയാമെന്ന് കരുതി ഞാനന്ന് ബസ്സിൽ കയറി ആലപ്പുഴയിൽ ശശി ഇതവിടെ വരെ ഷൂട്ട് ചെയ്യുക വാടക കയറി ഹൃദയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദയ സ്റ്റുഡിയോയിൽ അവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അറിയാണ്ട് ഈ കഥാപാത്രങ്ങൾക്കൊരു ഏകാഗ്രത വരികയും അതിൻ്റെ ഇടയിൽ ചില കഥാപാത്രങ്ങൾ വരികയും ശശിയുടെ അടുത്ത് ഞാൻ പറയുമ്പോൾ എന്തായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ കാര്യമായിട്ടൊരു സാധനം ഉണ്ടാക്കി പറഞ്ഞു. ഞാൻ ഇത് ത്രെഡ് മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ സൈഡിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സാധനം പറഞ്ഞത്. കൊള്ളാം മസാലയുണ്ട്, ഭയങ്കര ചേഞ്ചായിട്ട് നമുക്ക് എടുക്കാം, ഊട്ടിയിൽ പോയി എടുക്കാം. പുള്ളി ഉടനെ അതിൻ്റെ ഫ്രെയിംസും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഇതാണ് ഞാൻ MO ജോസഫിൻ്റെ അടുത്ത് പറയുന്നത്. അത് പിന്നെ അവർ സിനിമയാക്കിയായിരുന്നു. 5-6 ദിവസം അവർ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് ഷൂട്ടിംഗ് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കാട്ടുതീ പോലെ ചില കാര്യങ്ങൾ പരക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഹരിഹരൻ്റെ, കോഴിക്കോട് നിന്ന്. ഞാൻ ഹരിഹരനാണ്. ശശി പറഞ്ഞു, നിങ്ങളൊരു നല്ല സബ്ജക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഒരു പടത്തിൽ സഹകരിക്കണം. അപ്പോൾ ഞാൻ ആകെ അമ്പരക്കുകയാണ്, കാരണം അവരൊക്കെ വളരെ ലബ്ധപ്രതിഷ്ഠരായി സക്സസിൻ്റെ പുറത്ത് സക്സസ് കൊയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ശങ്കരാചാര്യനാണ് നിങ്ങളുടെ നമ്പർ. ശങ്കരാടി എൻ്റെ ഫാദറിൻ്റെ സ്റ്റുഡൻറ്റും എനിക്കൊരു ജ്യേഷ്ഠസ്ഥാനീയനാണ്. ഇന്നോ നാളെയോ ഒന്ന് വരാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബാങ്കിൽ ജോലി കൊണ്ട് വരാൻ പറ്റില്ല. എന്നാൽ പിന്നെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പുറപ്പെട്ട് വരും, നേരെ കൽപ്പാട്ട ടൂറിസ്റ്റ് ഹോമിൽ വന്നാൽ മതി. ശരിയെന്ന് പറഞ്ഞു വയ്ക്കുന്നു, കാരണം അത്രയും സീനിയറായ ഒരാളോട് വയ്യാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ കോഴിക്കോട് കൽപ്പാട്ട ടൂറിസ്റ്റ് ഹോമിൽ വരുമ്പോൾ ടി ദാമോദരൻ അന്ന് IV ശശിയുടെ കൂടെ ചേർന്നിട്ടില്ല, ഹരിഹരൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ദാമോദരൻ മാഷയാണ്
ഞാൻ വരുമ്പോൾ അവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാഷ് ഹരിഹരൻ്റെ പ്രതിനിധിയായിട്ട് നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ എനിക്കൊരു മുറി AC റൂമൊക്കെ എടുത്തു ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ അവർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഹരൻ്റെ മുറിയിൽ ഞാൻ പോയിരിക്കുന്നു. ഹരൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അടിമക്കച്ചവടം എന്നാണ്. അത് ആദ്യം എഴുതി തുടങ്ങിയത് SL പുരമാണ്. അത് ശരിയായില്ല. ഞാൻ പിന്നെ KT9 ഏൽപ്പിച്ചു. അതും ശരിയായിട്ടില്ല. ഇപ്പോൾ ദിവസവും രാത്രി ഞാൻ വന്നിരുന്നത് അമരമോഷൻ ഞാനും കൂടെ തല ഉടച്ച് നാളത്തെ കുറച്ച് സീൻസ് ഉണ്ടാക്കും. അത് ഭയങ്കര സ്ട്രെയിനാണ്. ഞാനൊരു 2-3 ദിവസം ഷൂട്ടിങ് നിർത്തി വയ്ക്കാം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങ് എഴുതണം. ഞാനാകെ അമ്പരന്ന്. കാരണം മറ്റേ SL പുരം എഴുതിയിട്ട് ശരിയായില്ല, KT9 എഴുതിയിട്ട് ശരിയായില്ല. ഇനി ഞാനത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അവരെയൊക്കെ ഞാൻ ഗുരുക്കന്മാരായിട്ട് കാണുന്നതാണ്, അതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. പുള്ളി ഉറക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇന്ന് മലയാള സിനിമയിലെ IV ശശിയുടെയോ ഹരിഹരൻ്റെയോ ഒരു പടം എഴുതാൻ അവസരം കിട്ടാന്ന് പറഞ്ഞാൽ ആരും പറന്നു വരുന്ന കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞാൽ ആയിരിക്കാം, പക്ഷേ എൻ്റെ ജോലി കാനറ ബാങ്കിലാണ്, അല്ലാതെ സിനിമയിലല്ല. നിങ്ങൾ ഇങ്ങനെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുക. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇത് ഞാൻ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഇറക്കിക്കൊള്ളാം, പക്ഷേ നമ്മൾ ഒരുമിച്ചൊരു പടം ചെയ്യുന്നു, നിങ്ങളതിന് എഴുതുന്നു. ഞാൻ തീർച്ചയായിട്ടും ഇപ്പോഴും കാണുമ്പോൾ ചോദിക്കും, ആ പ്രോമിസ് ഇതേവരെ പാലിച്ചില്ലട്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് മുറിയിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം വൈകിട്ടത്തേക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ എപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ടത്തെ ട്രെയിനിന് തിരിച്ചു വന്ന് നിൽക്കുമ്പോഴാണ് തൊട്ട് ഓപ്പോസിറ്റ് മുറിയിൽ IV ശശിയുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ എവിടെ ഉണ്ടെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ വന്നേ നമ്മൾ നേരെ എന്നെ മുറിക്കകത്തോട്ട് കൊണ്ടുപോകും. ആ മുറിയിൽ നിന്ന് തന്നെ പുറത്ത് വിടുന്ന 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ തോപ്പിൽ ബാസി എഴുതിയ ഒരു തിരക്കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മുന്നോട്ട് പോകുന്നതിൽ പുള്ളിക്ക് ഒരു ക്ലേശമുണ്ട്. കാരണം 3 ജനറേഷനിലൂടെ കടന്നു പോകുന്ന കഥയാണ്. പുള്ളി അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ക്രമാനുക്രമമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രെച്ച്ഡ് ഔട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. ഇത് നമുക്ക് പ്രസൻറ്റിൽ തുടങ്ങി പാസ്റ്റിലേക്ക് ഫ്ലാഷസ് ആയിട്ട് പോകുന്ന വിധത്തിൽ എഴുതും. നമ്മൾ അങ്ങനെ ചെയ്താണ് നല്ലത്, കുറച്ചുകൂടി മുറുക്കം കിട്ടും. അത് നമുക്കിരിക്കാം. അങ്ങനെ ഒരു വരി പോലും ഞാനതിൽ എഴുതിയിട്ടില്ല. തോപ്പിലാശാൻ എഴുതാത്ത ഒരു സംഭാഷണം പോലും ആ പടത്തിലില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുതിയെന്ന് ഒരിക്കലും എനിക്ക് അവകാശപ്പെടാൻ പറ്റാത്തത്. അദ്ദേഹം എഴുതിയതിന് ആ സീൻ അവിടെ വേണ്ട, ഈ സീൻ്റെ പകുതി വെടിയിട്ടിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ലീഡ് ഇട്ടിട്ട് നമുക്ക് ഈ സീൻ അങ്ങോട്ട് ചേർക്കാം. ഇത് മുഴുവൻ ശശിയുടെ ഒരു അസിസ്റ്റൻ്റ് ഇരുന്ന് പകർത്തി എഴുതിയല്ല, ഞാൻ പേന ഉപയോഗിച്ചിട്ടില്ല അതിൽ. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ 26 ഫ്ലാഷ് ബാക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അതിലുണ്ടാക്കുകയാണ്. ഞാനെൻ്റെ ലൊക്കേഷനിലൊന്നും പോയിട്ടില്ല. ശശി പോയത് ഷൂട്ട് ചെയ്ത് തിരിച്ചു വരുന്നു. അന്ന് ഞാൻ എന്തോ കാര്യത്തിന് മദ്രാസിൽ ചെന്നപ്പോൾ അവിടുത്തെ രാജ് ഹോട്ടലിൽ ഞാനൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ മരിച്ചുപോയ പാപ്പനംകോട് ലക്ഷ്മൺ ഉണ്ട്, മണവാളം ജോസഫുണ്ട്. അവരൊക്കെ തമ്മിൽ തലേദിവസം ഇതിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് ഭയങ്കര അപകടമാണ് ഔസേപ്പച്ചൻ ചെയ്തു വെച്ച് 26 ഫ്ലാഷ് ബാക്ക് ഒരു പടത്തിൽ. 2 ഫ്ലാഷ് ബാക്കിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ മനുഷ്യന് ഇത് എങ്ങനെ മനസ്സിലാവും? ഇത് വലിയ റിസ്ക്കാണ്. IV ശശി സംഗതി വലിയ സക്സസ്ഫുൾ ഡയറക്ടറാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇങ്ങനെയൊന്നും അബദ്ധങ്ങൾ കാണിക്കരുത്. അപ്പോൾ ഞാൻ വിചാരിച്ച അധോഗതിയായി. അപ്പോൾ MT തന്നെ ഒരിക്കൽ പറഞ്ഞുള്ള പോലെ മനസ്സിൻ്റെ ഒരു കോൺ കൊണ്ട് സന്തോഷിച്ചു, ഇതെങ്ങാനും പൊട്ടിപ്പോയാൽ ഇനി അതിൻ്റെ പേരിൽ ആളുകൾ എന്നെ തേടി വരാതിരിക്കുമല്ലോ. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഭയങ്കരമായ വെൽക്കമാണ് ആ പടത്തിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ തിരക്കഥ എഴുതിയെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. IV ശശിയോട് അതിനെ ഒന്ന് പുനഃക്രമീകരിക്കുന്നത് ഞാൻ, പക്ഷേ അതെനിക്കൊരു വലിയ ലെസണായിരുന്നു. ദറ്റ് വാസ് എ ലേണിംഗ് സെഷൻ. കാരണം ഒരുപാട് നമുക്ക് സിനിമയുടെ ഈ കാലദേശാദികളെ അതിലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നതിന് ഒരുപാട് സഹായകമായിരുന്നു ശശിയുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്തുള്ള ഇരിപ്പ്.